ഹായ്, ഉമ്മാൻ്റെ പഠിക്കുന്നു എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ദഹി വട ഉണ്ടാക്കാം. തൈര് വട നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല എരിവും പുളിയും നല്ല മധുരമൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി തന്നെയാണ്. നമുക്കൊന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2 മണിക്കൂറോളം. എന്നിട്ട് നമുക്കത് നന്നായിട്ട് വെള്ളം കൂട്ടാണ്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു അര കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 7-8 കുരുമുളക് ക്രഷ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ്. നമ്മുടെ തനി നാടൻ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിലിട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. 2 വശവും മറിച്ചിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ നമുക്ക് തുളയിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. നമുക്കിത് ചെറിയ ചെറിയ ബൗളായിട്ട് എടുത്താൽ മതി. അപ്പോൾ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് വറുത്ത് കോരിയെടുക്കാം. ഒരു കപ്പ് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വറുത്ത് കോരിയെടുത്തിരിക്കുന്ന എല്ലാ വടയും നമുക്ക് ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഈ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിനായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പുതിന ഇലയും 1 കപ്പ് മല്ലിയിലയും 1 പച്ചമുളകും ഒരു 2 വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും അല്പം ഒരു 4-3 ടീസ്പൂണ് വിനെഗറും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന വടയെല്ലാം നമുക്ക് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിലെ വെള്ളമെല്ലാം കളയാം. ഒരുപാട് പ്രസ് ചെയ്യരുത്, അത് പൊട്ടിപ്പോവും. ഒരല്പം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. വെള്ളമെല്ലാം കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 kg തൈരിലേക്ക് 1 കപ്പ് പഞ്ചസാരയും അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. ഞാൻ നന്നായിട്ട് പഞ്ചസാരയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വടയിലേക്ക്. അതിൻ്റെ മുകളിൽ അല്പം ഇംലി ചട്നി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഒരുപാട് വലിയ വീഡിയോ ആവുമെന്ന് കരുതിയിട്ട് ഞാനത് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ലിങ്ക് നോക്കിയിട്ട് അതൊന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ ചട്നിയും കൂടെ ഇട്ട് കൊടുക്കാം. അല്പം മുളക് പൊടി, അല്പം ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള് ചാട്ട് മസാല, ഇതെല്ലാം കൂടെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി, അതിന് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.